എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ അതുപോലെ മെഡിക്കൽ ആൻഡ് അലൈഡ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് NRI മൈനോറിറ്റി കാറ്റഗറി ക്ലെയിമുകൾ കൂട്ടിച്ചേർക്കാൻ വിട്ടുപോയവർക്ക് പുതുതായിട്ട് NRI മൈനോറിറ്റി അതുപോലെ കാറ്റഗറി ക്ലെയിമുകൾ കൂട്ടിച്ചേർക്കാനുള്ള അവസരം 24-ാം തീയതി വൈകുന്നേരം 6 മണി വരെയാണ് ഇതിനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാവുക. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രവേശനത്തിനായിട്ട് അപേക്ഷ നൽകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയോടൊപ്പം ഈ ഒരു NRI മൈനോറിറ്റി കാറ്റഗറി ക്ലെയിമുകൾ, അതായത് EWS പോലുള്ള കാറ്റഗറി ക്ലെയിമുകൾ ഒക്കെ സമർപ്പിക്കാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് പ്രസ്തുത ക്ലെയിമുകൾ കൂട്ടിച്ചേർക്കുന്നതിനുള്ള അവസരമാണ്. അതായത് ആ റിസർവേഷൻസിൻ്റെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം 24-ാം തീയതി വൈകുന്നേരം 6 മണി വരെയാണ് ഇതിനുള്ള ലഭ്യമാക്കിയിട്ടുള്ളത്. പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിലൂടെ അപേക്ഷാ നമ്പറും പാസ്വേഡും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഹോം പേജിൽ പ്രവേശിക്കാവുന്നതാണ്. അതിനുശേഷം റിസർവേഷൻ ക്ലെയിം എന്ന മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് NRI മൈനോറിറ്റി കാറ്റഗറി ക്ലെയിമുകൾ എന്നിവ ആവശ്യാനുസരണം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതുതായി ക്ലെയിമുകൾ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾ സാമുദായിക സംവരണം ആണെങ്കിൽ, അത് കമ്മ്യൂണിറ്റി റിസർവേഷൻ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ കേരളത്തിലെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. EWS കോട്ടയിൽ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന സംവരണ വിഭാഗക്കാർക്കുള്ള സീറ്റ് അവർ ഈ ഒരു ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ NRI കോട്ട, മൈനോറിറ്റി കോട്ട എന്നിവ ആവശ്യമുള്ളവർ അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ രേഖകൾ സമർപ്പിക്കണം. അനുബന്ധ രേഖകൾ സമർപ്പിക്കാൻ മറ്റൊരു അവസരം ലഭിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പുതുതായിട്ട് NRI മൈനോറിറ്റി കാറ്റഗറി ക്ലെയിമുകൾ സംർപ്പിക്കുന്നതിന് മുമ്പ് പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ, അതായത് ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള 2024-25 അധ്യയന വർഷത്തിലെ സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന സർക്കാർ അംഗീകൃത പ്രോസ്പെക്ടസിലെ വ്യവസ്ഥകളും ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകളും 27/3/2024 കീം അപേക്ഷ സമർപ്പണം സംബന്ധിച്ച വിജ്ഞാപനവും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.